ഇന്ന് കഴിഞ്ഞ SSLC മാത്സ് എക്സാമിൻ്റെ ആൻസർ കീയാണ്. ഞാൻ ആൻസേഴ്സ് മാത്രം പറഞ്ഞു പോവുകയാണ്. ഒന്നാമത്തേൻ്റെ ആൻസർ B ആണ്, രണ്ടാമത്തേൻ്റെ ആൻസർ D ആണ്, മൂന്നാമത്തേൻ്റെ ആൻസർ B ആണ്, നാലാമത്തേൻ്റെ ആൻസർ A 42 ആണ്, അഞ്ചിൻ്റെ ആൻസർ 4n+2 D ആണ്, 6B, 7C, 8C. ഒമ്പതാമത്തേൻ്റെ ആൻസർ 240/360 എന്നെഴുതാം, അല്ലാത്ത പക്ഷം 2/3 എന്നെഴുതാം. 10 Aയിൽ 1 9/900 അല്ലെങ്കിൽ 1/100 എന്നെഴുതാം. അതിൽ രണ്ടാമത്തേൻ്റെ ആൻസർ 20/900 എന്നോ 1/45 എന്നോ എഴുതാം. 10 Bയിൽ 1 ഒന്നാമത്തേൻ്റെ ആൻസർ എന്ന് പറയുന്നത് 1/12 രണ്ടാമത്തേൻ്റെ ആൻസർ 1/4 ആണ്. 11 1 180 ആൻസർ, അതിൽ രണ്ടാമത്തത് 60 ആൻസർ. 12 Aയിൽ 1 10 ആൻസർ, രണ്ടാമത്തത് 20 ആൻസർ, മൂന്നാമത്തത് 5 10 15 എക്സെട്ര. ഇതാണ് സമാന്തര ശ്രേണി അഥവാ അരിത്തമെറ്റിക് സീക്വൻസ് ആയിട്ട് വരും. 12 Bയിൽ 1 70 ആൻസർ, രണ്ടാമത്തത് 35 ആൻസർ, മൂന്നാമത്തെ ആൻസർ 875 ആണ്. 13ാമത്തെ ക്വസ്റ്റ്യൻ 1ൻ്റെ ആൻസർ 23 എന്നാണ്, രണ്ടാമത്തെ ആൻസർ 60.5, മൂന്നാമത്തെ ആൻസർ 63.5 ആണ് കിട്ടുക. 14 1 6 4 എന്നുള്ള കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യകളും രണ്ടാമത്തെ ആൻസർ 7 6 എന്നുള്ള സൂചക സംഖ്യകളുമാണ്. 15 1 4 0 എന്നും 2 2√3 അഥവാ 3.46 2 എഴുതിയാലും കുഴപ്പമില്ല. മൂന്നാമത്തെ ആൻസർ 2, 2√3 എന്നാണ് കിട്ടുക. 16 A 1 4 7 എന്നുള്ള കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യകളും 2√5, മൂന്നാമത്തെ ഇക്വേഷൻ ഓഫ് സർക്കിൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്ന രീതിയിലുമാണ് കിട്ടുക. ഇനി അതിൽ തന്നെ Bയിൽ 1 1/3 എന്നാണ് കിട്ടുക. രണ്ടാമത്തെ ആൻസർ x - 3y + 12 = 0 എന്നാണ് കിട്ടുക. പിന്നെ മൂന്നാമത്തെ ആൻസർ അത് നിങ്ങൾ എക്സിന് എന്ത് വാല്യൂ കൊടുക്കുന്നു എന്നുള്ളതിനനുസരിച്ച് ചേഞ്ച് ചെയ്യും. ഈ രീതിയിലൊക്കെ വരാം. 17 Aയിൽ 1 അത് x² + 30x = 351 എന്ന് എഴുതാം, അല്ലെങ്കിൽ ആ 351നെ സമത്തിൻ്റെ പുറത്തേക്ക് കൊണ്ടുവന്നാൽ x² + 30x - 351 = 0 എന്ന് എഴുതാം. ഇപ്പോൾ ഇവിടെ കാണിച്ചത് നിങ്ങൾ നോക്കണ്ട, എനിക്ക് ജെമിനി എന്ന ആൻസറാണ് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് സ്ക്വയർ കംപ്ലീഷൻ എന്നുള്ള മെത്തേഡ് വെച്ചിട്ടും ഇത് ചെയ്യാം. അപ്പോൾ ആൻസർ നോക്കുക, ആൻസർ ഏത് രീതി ചെയ്താലും ഒന്ന് തന്നെ ആയിരിക്കും എന്നുള്ളതുകൊണ്ട് ആൻസർ എന്താ വരുന്നത്, രണ്ടാമത്തെ എക്സിന് 9 എന്നാണ് കിട്ടുക. ഇതിൽ B നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെയുള്ള ചോദ്യമാണെങ്കിലും അധികം ആരും ചെയ്തിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു. എന്തായാലും ആൻസർ എന്ന് പറയുന്നത് 2 + √2 2 - √2 ആണ്. 18 A എന്ന് പറഞ്ഞാൽ 1 5 9 എക്സെട്ര അങ്ങനെയാണ്. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ? യെസ്. എന്താ, അടുത്തടുത്തുള്ള പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം അഥവാ പൊതുവ്യത്യാസം തുല്യമാണ്. കോമൺ ഡിഫറൻസ് ബിറ്റ്വീൻ കോൺസിക്യൂട്ടീവ് ടേംസ് ആർ ഈക്വൽ എന്ന് എങ്ങനെ ഏത് രീതിയിലാണല്ലോ ആ ഐഡിയ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി. 19 Aയിൽ 1 91 എന്നും 2 15 എന്നും കിട്ടും. ഇനി അതിൽ Bയിൽ 1 എന്ന് പറയുന്നത് 6n - 1ഉം രണ്ടാമത്തത് 705ഉം മൂന്നാമത്തത് 3n² + 2n +. 20 1 x - 8 × x - 4, അത് പിന്നെ തിരിച്ചെഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഇതിൽ 2 എന്ന് പറയുന്നത് 4 എന്നാണ് ആൻസർ കിട്ടുക. എക്സിന് 4 എടുക്കുമ്പോഴാണ് അത് 0 ആവുക. 8 എടുത്താലും മതി. ഓക്കെ. 21 ആദ്യം ആംഗിൾ ADB ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ADB എന്ന് പറയുന്നത് 25 ഡിഗ്രിയാണ്. പിന്നെ ചോദിച്ചിട്ടുള്ളത് ത്രികോണത്തിലെ കോണുകളാണ്, അത് 40 25 115 എന്നുള്ള രീതിയിലാണ് കിട്ടുക. 22 12.86 എന്നാണ് കിട്ടുക. 23 A 10 എന്ന ആൻസർ കിട്ടും. അതിൻ്റെ B എന്ന് പറയുന്നത് 5184 രൂപ എന്നാണ് കിട്ടുക. ഇനി 24ൻ്റെ ആൻസർ Aയുടെ ആൻസറായിട്ട് 31.65 ആണ് കിട്ടുക. B 31.7 ആണ്. അടുത്ത 3 ചോദ്യങ്ങൾ വരയ്ക്കാനുള്ളത്, അതുകൊണ്ട് അതെല്ലാവരും ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു, അതുകൊണ്ട് ഞാൻ അവിടെ പറയുന്നില്ല. പിന്നെ ഞാൻ ഈ കാണിച്ച സ്റ്റെപ്പുകൾ അതേപോലെ തന്നെ നിങ്ങൾ ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ ചെയ്താൽ മതി. കാരണം ഇത് ഞാൻ ഗൂഗിളിൽ നിന്ന് എടുക്കുന്ന ആൻസേഴ്സാണ്, അതുകൊണ്ട് നമ്മൾ പഠിപ്പിച്ച സ്റ്റെപ്പുകൾ തന്നെ ആവണമെന്ന് നിർബന്ധമൊന്നും ഇല്ല. ഓക്കെ, അത് വിഷയമല്ല. എക്സാം പൊതുവേ വളരെ ഈസി ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും A+ കിട്ടാനുള്ള സാധ്യതകൾ തന്നെയാണ് ഉള്ളത്. ഇനി ബാക്കി പരീക്ഷകളിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്ത് പഠിക്കുക. പ്രത്യേകിച്ച് കെമിസ്ട്രി ഫിസിക്സ് വിഷയങ്ങൾക്ക് അത്യാവശ്യം നല്ല പ്രാധാന്യം കൊടുക്കുക. സോഷ്യലും ഉണ്ട് അറിയാം, എന്നാലും എൻ്റെ ക്ലാസ് കേട്ട് എൻ്റെ വീഡിയോ കണ്ട് പോയ കുറേ കുട്ടികൾ ഇപ്പം തന്നെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. നല്ല അഭിപ്രായങ്ങൾ പറയുന്നതിലുള്ള സന്തോഷം ഞാനിവിടെ അറിയിക്കുകയാണ്. നിങ്ങൾ ഇനി തുടർന്നും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി. താങ്ക് യു.